ഹലോ വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പം ഈ ആഴ്ചത്തെ വീക്ക്ലി സെഷനിലേക്ക് സ്വാഗതം. സോ ആദ്യം തന്നെ ഡിസ്ക്ലൈമർ ഞാൻ പറയുകയാണ്, ഇതൊരു റെക്കമെൻഡേഷൻ വീഡിയോ അല്ല, മറിച്ച് നമ്മൾ പഠിക്കുന്ന സ്റ്റോക്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടോ ടെക്നിക്കലായിട്ടുള്ള സ്റ്റഡീസാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ പഠനത്തിൻ്റെ ഭാഗമാക്കാനാണ് ഷെയർ ചെയ്യുന്നത്. വീക്ക്ലി വാച്ച് ലിസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ മോസ്റ്റ്ലി എഡ്യൂക്കേഷണൽ പർപ്പസിലാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പം ഇത് റെക്കമെൻഡേഷനായിട്ട് കാണാതെ, മറിച്ച് ഇത് നിങ്ങളുടെ ഒരു ട്രേഡിംഗ് കരിയർ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരു മെത്തേഡായിട്ട് മാത്രം കാണുക. ഓക്കെ, ഇതിൽ പറയുന്ന ഓരോ സ്റ്റോക്സും നമ്മൾ അതിൻ്റെ ടെക്നിക്കൽസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചാർട്ടിൽ എന്ത് കാണുന്നു അത് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ വീഡിയോയിലേക്ക് കടക്കും മുന്നേ രണ്ട് കാര്യം സൂചിപ്പിക്കട്ടെ. ആദ്യം തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ കാര്യം പറയുകയാണ്. കാര്യം നമ്മുടെ പഴയ ചാനൽ ചെറിയ ടെക്നിക്കൽ റീസൺസ് കാരണം ഒന്ന് ഇതായിപ്പോയി, ഒരു ഡിലീറ്റ് ആയിപ്പോയി. സോ അതിനുശേഷം നമ്മൾ പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പലരും അത് അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ 90+ മെമ്പേഴ്സ് ജോയിൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ, ഫ്രീ ആണ്. അപ്പോൾ ഈ ചാനൽ നമ്മൾ പൊതുവേ ചെയ്യുന്നത് നല്ല നല്ല സ്വിംഗ് ട്രേഡിംഗ് സെറ്റപ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അതിൻ്റെ നല്ല നല്ല സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ന്യൂസസ്, നെഗറ്റീവോ പോസിറ്റീവ്സോ ആയിക്കോട്ടെ, ഇതെല്ലാം കറക്റ്റ് ടൈമിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. നമുക്ക് വാലിഡ് ആയിട്ട് തോന്നിയ കാര്യങ്ങൾ ഇതിൽ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പം ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർക്ക് ജോയിൻ ചെയ്യാൻ നമ്മുടെ ചാനലിൽ അപ്പം ലിങ്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും പിൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും മറക്കാതെ ജോയിൻ ചെയ്ത ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റോക്സ് ഡിസ്കസ് ചെയ്യാൻ മുന്നേ ആദ്യം തന്നെ നമുക്ക് നിഫ്റ്റി ഒന്ന് അനലൈസ് ചെയ്യാം. കാര്യം എപ്പോഴും പറയുന്നുണ്ട്, നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് അനുസരിച്ചിരിക്കും നമ്മൾ എടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന സ്റ്റോക്സിൻ്റെ മൂവ്മെൻറ്റ്. സോ അപ്പം ജസ്റ്റ് ഒന്ന് നിഫ്റ്റി ഒന്ന് ഒരു വ്യൂ നമ്മൾ മനസ്സിലാക്കിയ ശേഷമേ ഏതൊരു സ്റ്റോക്ക് നമ്മൾ പഠിക്കാനായിട്ട് എടുക്കാവൂ. അപ്പോൾ നിഫ്റ്റിയുടെ എന്താണ് ഇപ്പം നടക്കുന്നതെന്ന് ചോദിച്ചാൽ, ലാസ്റ്റ് ക്യാൻഡിൽ നിങ്ങൾ നോക്കി നല്ലൊരു സെല്ലിംഗ് പ്രഷർ നമുക്ക് നേരിട്ടിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. 5 മിനിറ്റ് ചാർട്ടിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അറിയാം, നിങ്ങൾക്കറിയാം ഇത്രയും വലിയൊരു സെല്ലിംഗ് പ്രഷർ നിഫ്റ്റിയിൽ ലാസ്റ്റ് ഒരു അരമണിക്കൂർ 1 മണിക്കൂറിനുള്ളിൽ നടന്നിട്ടുണ്ട്. സോ അത് ഒരുപാട് പേരെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്, സ്വിംഗ് ട്രേഡിംഗ് എടുത്ത ആളുകളുടെ. അപ്പോൾ ഞാൻ ഇന്നലെ പുതിയ പൊസിഷൻസ് ഒന്നും എടുത്തിരുന്നില്ല. നിഫ്റ്റിയിൽ വലിയ കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടാണ് വലിയ പൊസിഷൻസ് ഒന്നും എടുക്കാൻ സാധിക്കാത്തത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച എനിക്ക് അങ്ങേ ആഴ്ച ഒരു 2 വീക്കിൻ്റെ ഇടയിൽ എനിക്ക് 3-4 സ്റ്റോപ്പ് ലോസ് അടുപ്പിച്ച്, അതായത് മൊമെൻറ്റം ട്രേഡുകൾ എടുക്കുമ്പോഴത്തേക്കും അടുപ്പിച്ച് സ്റ്റോപ്പ് ലോസ് വന്നിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കെയർഫുൾ ആയിട്ടാണ് ഇപ്പോൾ നിലവിൽ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ സ്വിംഗ് ട്രേഡിങ്ങിൽ ഉള്ള പൊസിഷൻസ് എല്ലാം നെഗറ്റീവിൽ ഹോൾഡ് ചെയ്യുന്നത് ഞാൻ കറക്റ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് പുതിയ പൊസിഷൻസ് വളരെ കൺട്രോൾ ലെവലിലേ എടുക്കുന്നുള്ളൂ. അത്യാവശ്യം മൈന്യൂട്ട് ലെവൽസിലും അതായത് മൈന്യൂട്ട് ക്വാണ്ടിറ്റീസിലാണ് എടുക്കുന്നത്. നമുക്ക് റിസ്ക് ആയത് മാർക്കറ്റ് പൊതുവെ റിസ്കി എൻവിറോൺമെൻറ്റ് ഉള്ളതുകൊണ്ട് അത്രയും കെയർഫുൾ ആയിട്ടാണ് എടുക്കുന്നത്. സോ നിഫ്റ്റിയുടെ വ്യൂ എന്ന് പറയുന്നത് എന്തായാലും ഇന്നലത്തെ പ്രീ മാർക്കറ്റ് സെഷൻ കണ്ടവർക്കാരെ ഞാൻ പറഞ്ഞിരുന്നു, ഈ ഒരു ഏരിയ 25,000 എന്ന് പറയുന്ന ഏരിയയിലേക്ക് റീച്ച് ചെയ്യാനുള്ള പോസിബിലിറ്റിയെ കുറിച്ച് ഇന്നലത്തെ പ്രീ മാർക്കറ്റ് സെഷനിൽ ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, മാർക്കറ്റ് 25,180 അവസാന നിമിഷമായാലും എത്തുകയുണ്ടായി. അപ്പം പ്രീ മാർക്കറ്റ് സെഷൻസ് കാണാൻ ശ്രമിക്കുക. അപ്പോൾ അതിൽ ഞാൻ കുറച്ചും കൂടെ നിഫ്റ്റി വ്യൂസ് ഞാൻ പറയാറുണ്ട്. അപ്പോൾ മാർക്കറ്റിൽ ഇനി എന്താണ്, ഈ 24,600 എന്ന് പറയുന്ന ഈ ഒരു സോൺ ഉണ്ടല്ലോ, അത് വെരി മച്ച് റീച്ച് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. 24,600 എന്ന് പറയുന്ന ഈ സോൺ റീച്ച് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ മാർക്കറ്റ് അപ്സൈഡ് പോയാൽ പോലും എൻ്റെ ഒരു വ്യൂ ഞാൻ പൊതുവെ പറയുകയാണ്, എൻ്റെ ഒരു ടോട്ടൽ മാർക്കറ്റിൽ ഒരു ബുള്ളിഷ് വ്യൂവിലേക്ക് പോകണമെങ്കിൽ 26,000 ഒന്ന് ബ്രേക്ക് ചെയ്യണം. ഈ ഒരു ഏരിയ 26,000 ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ബുള്ളിഷ് വ്യൂവിലേക്ക് പോകത്തുള്ളൂ. അല്ലാത്ത പക്ഷം ഞാൻ ഈ 24,600 റീച്ച് ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ട് എന്നുള്ള മൈൻഡ് സെറ്റിലായിരിക്കും ഞാൻ ട്രേഡ് ചെയ്യുക, അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡിംഗ് പൊസിഷൻസ് എടുക്കുക. അപ്പോൾ എന്തെങ്കിലും ലോസ് വരികയാണെങ്കിൽ ഞാൻ അങ്ങ് ബുക്ക് ചെയ്യും, ലൈറ്റ്ലിയുള്ള സ്റ്റോപ്പ് ലോസുകളെല്ലാം ബുക്ക് ചെയ്യും. പിന്നെ ഞാൻ മീഡിയം ടേം ട്രേഡ്സ് ആണ് കുറച്ച് 6 മാസം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. കാര്യം മാർക്കറ്റ് ഇത്രയും മോശമായതുകൊണ്ട് കുറച്ചും കൂടെ ഒരു മാസങ്ങൾ കണക്കാക്കി ഞാൻ പ്ലാൻ ചെയ്യുക. കുറച്ച് ക്വാണ്ടിറ്റി എടുക്കുകയാണെങ്കിൽ പോലും അത് ഇത്രയും ക്വാണ്ടിറ്റി ഒരു 30% ഒക്കെ പ്രോഫിറ്റ് എടുക്കാനായിട്ടുള്ള ശ്രമമാണ് ഞാനിപ്പോൾ കുറച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലാണ് എനിക്കിപ്പം കുറച്ച് നല്ല പ്രോഫിറ്റ് അൺ ചെയ്യാൻ കഴിയുന്നത്. അല്ലാത്ത പക്ഷം നമ്മളെല്ലാം കഴിഞ്ഞ 5 ദിവസത്തിനിടയിൽ കഴിഞ്ഞ 2 ആഴ്ചക്കിടയിൽ ഒരു 4 ട്രേഡ് എടുത്ത മൊമെന്റം ട്രേഡുകൾ എടുത്ത്, അതായത് ചെറിയ ഒരു 3-4% എടുക്കാൻ നോക്കിയ സ്റ്റോപ്പ് ഉള്ളവരെ നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കുന്ന ഒരു സിറ്റുവേഷൻ മാർക്കറ്റ് മോശമായതുകൊണ്ട് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പം അതിൻ്റെ ഇടയിൽ മീഡിയം ടേം ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് 20%, 30% ഒക്കെ കുറച്ച് മാസം ഹോൾഡ് ചെയ്ത് എടുക്കാൻ കഴിയുന്നത് വളരെ പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത്. ഓക്കെ, അപ്പം നമുക്കിനി അടുത്ത് ഞാൻ ഈ വീക്കിൽ ഞാൻ പഠിക്കുന്ന കുറച്ച് സ്റ്റോക്കുകളെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, ആദ്യം ഞാൻ പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ബാങ്കിങ് സ്റ്റോക്കാണ്. അപ്പം ബാങ്ക് നിഫ്റ്റിയൊക്കെ ഇടിയുന്നുണ്ട്, പക്ഷെ ചില സ്റ്റോക്സ് അത്യാവശ്യം നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ് കാണിക്കുന്നുണ്ട്. ബന്ധൻ ബാങ്ക് കണ്ടില്ലേ, സപ്ലൈ റേഞ്ച് എന്ന് പറയുന്നത് 190 റേഞ്ച് ആയിരുന്നു. അവിടെ നിന്ന് മാർക്കറ്റ് ഡൗൺ സൈഡ് വന്ന് ഈ ഒരു ഏരിയയിൽ 140 റേഞ്ചിൽ ചെറിയൊരു ബേസ് ഉണ്ടാക്കി, ആൻഡ് അവിടെ ഒരു സപ്പോർട്ട് സോണും ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടിട്ടില്ലേ, 150 ഈ ഒരു റേഞ്ചിലാണ് മാർക്കറ്റ് റീട്രേസ് ചെയ്തേക്കുന്നത്. ഡൗൺ സൈഡ് വന്ന സ്റ്റോക്കാണ്. നിങ്ങൾ നോക്കിയാൽ അറിയാം, ഓൾ ടൈം ഹൈയിൽ നിന്ന് എത്ര റേഞ്ചിൽ നിന്നാണ് ഈ സ്റ്റോക്ക് താഴെ വന്നത് നോക്കി. ഓൾ ടൈം ഹൈയിൽ നിന്ന് മോസ്റ്റ്ലി 82% താഴെ വന്ന ശേഷമാണ് ബന്ധൻ ബാങ്ക് ഒരു ബേസ് ഉണ്ടാക്കി ആ ബേസിൽ നിന്ന് ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള അറ്റംപ്റ്റ് നടത്തുന്നത്. അപ്പം ബന്ധൻ ബാങ്ക് റിയൽ മൂവ്മെന്റ്, ഒരു വലിയൊരു മൂവ്മെന്റ് ഞാൻ പ്രതീക്ഷിക്കുന്നത് 192 to 200 റേഞ്ച് ബ്രേക്ക് ചെയ്ത ഒരു വലിയ മൂവ്മെന്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കാര്യം ഒരുപാട് കാലത്തെ ഡൗൺ ട്രെൻഡിന് ശേഷം അത്യാവശ്യം ബേസ് ഏരിയയിൽ നിന്നും ഡൗൺ സൈഡ് പോവുകയാണ്, അല്ല അപ് സൈഡ് പോവുകയാണ്. സോ
ഒരു 192 ബ്രേക്ക് ചെയ്ത് അത്യാവശ്യം നല്ല മൂവ്മെന്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. 210 റേഞ്ചിലേക്ക് പെട്ടെന്ന് ഒരു ക്വിക്ക് മൂവ്മെന്റ് 5-10% മൂവ്മെന്റ് ആയിരിക്കും ഇതിന്റെ ടെക്നിക്കൽസ് വെച്ച് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്നാലും ഇതിന്റെ ഡിമാൻഡ് ഏരിയ ആയിട്ട് എന്തായാലും ആക്ട് ചെയ്യാൻ പോസിബിലിറ്റി 150 to 140 റേഞ്ച് ആയിരിക്കും ഇതിന്റെ ഡിമാൻഡ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യാൻ പോസിബിലിറ്റി. കാര്യം ഇത് ഇവിടെ കണ്ടില്ല, ഇവിടെ നിന്ന് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു മൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട് ആൻഡ് സ്ട്രക്ചർ ബ്രേക്ക് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അല്ലെ, ഒരു ഡൗൺ സൈഡ് വന്ന ശേഷം ഒരു സ്ട്രക്ചർ ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട് ആൻഡ് ഒരു കൺസോൾട്ടേഷൻ സ്ട്രക്ചർ ബ്രേക്ക് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. സോ ബന്ധൻ ബാങ്ക് എൻ്റെ ഫോക്കസിലിരിക്കും. ഡൗൺ സൈഡ് വന്ന 150 റേഞ്ചിൽ ഒരു സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറുവാണെന്നുള്ള ഒരു മൂവ്മെന്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ആൻഡ് 200 ബ്രേക്ക് ചെയ്ത നല്ലൊരു സപ്ലൈ ബ്രേക്ക് ചെയ്ത ഒരു അറ്റംപ്റ്റ് ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ബന്ധൻ ബാങ്ക് എന്തായാലും വരുന്ന ആഴ്ചകളിൽ നമുക്കൊന്ന് ഫോക്കസ് ചെയ്യാം. അടുത്ത സ്റ്റോക്കും ഒരു ബാങ്കിങ് സ്റ്റോക്കാണ്, ഇൻഡസ്ഇൻഡ് ബാങ്ക്. ഇപ്പോൾ ആദ്യത്തെ 2 സ്റ്റോക്ക് ഞാൻ ബാങ്കിങ് സ്റ്റോക്കുകളാണ് ഞാൻ നോക്കി വെച്ചിരുന്നത്. ഇൻഡസ്ഇൻഡ് ബാങ്ക് എന്നതിൻ്റെ ഒരു ചാർട്ട് നമുക്ക് നോക്കാം. കണ്ടില്ലേ, ഇൻഡസ്ഇൻഡ് ബാങ്ക് ഡൗൺ സൈഡ് നിന്ന് മോസ്റ്റ്ലി അപ്പ് സൈഡ് വന്ന ശേഷം ആൻഡ് അവിടെ നിന്ന് ഒരു ബേസ് ഉണ്ടാക്കിയ സ്റ്റോക്കുകളാണ്. മോസ്റ്റ്ലി 90% ഡൗൺ വന്നു ആൻഡ് അവിടെ നിന്നും ഈ സ്റ്റോക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മൂവ്മെന്റ് തന്നു, അല്ലേ, അത്യാവശ്യം നല്ല രീതിയിൽ മൂവ്മെന്റ് തന്നു ആൻഡ് അവിടെ നിന്ന് ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഡൗൺ നടത്തി ഈ സ്റ്റോക്ക് വീണ്ടും ഡൗൺ സൈഡ് വന്നു ആൻഡ് ഡൗൺ സൈഡ് വന്ന ശേഷം വീണ്ടും ഈ സ്റ്റോക്ക് ബേസ് ഉണ്ടാക്കി അപ്പ് സൈഡ് പോകാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാൻ ബേസിൽ നിന്നും മൂവ്മെന്റ് തരുന്ന സ്റ്റോക്കുകളാണ് ആദ്യത്തെ 2 സ്റ്റോക്കും. കണ്ടില്ലേ, അങ്ങനെയാണ് ഞാൻ ഈ സ്റ്റോക്ക് സെലക്ട് ചെയ്തത്. അപ്പോൾ ഇതിലൊരു ടെക്നിക്കൽ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നിന്ന് നിങ്ങൾ നോക്കിയേ, ഈ സ്റ്റോക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് 912 റേഞ്ചിൽ നിന്ന് വലിയൊരു കറക്ഷൻ തന്നു ആൻഡ് ആ ഒരു ഏരിയയിൽ എത്തുമ്പോൾ 900 എന്നുള്ള ഒരു സോണിൽ എത്തുമ്പോൾ തന്നെ മാർക്കറ്റ് കറക്ഷൻ തരികയാണ്. വീണ്ടും 890 സോണിൽ എത്തുമ്പോൾ കറക്ഷൻ തന്നു. വീണ്ടും ഇവിടെ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ കറക്ഷൻ കിട്ടി. അതായത് ഈ ഒരു ഏരിയയിൽ നിന്നും 890 എന്നുള്ള റേഞ്ചിൽ നിന്നും ഈ സ്റ്റോക്ക് കറക്ഷൻ തന്ന് മോസ്റ്റ്ലി 20% കറക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു ആൻഡ് അവിടെ നിന്ന് ഈ സ്റ്റോക്ക് വീണ്ടും ഓഫ് സൈഡ് പോകുന്നു ആൻഡ് ഈ ഒരു നല്ലൊരു സപ്ലൈ സോൺ ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ്. ഇപ്പോൾ 900 ആണ് ഈ സ്റ്റോക്കിൻ്റെ നല്ലൊരു ഡിമാൻഡ് ഏരിയ ആയിട്ട് നിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. 900 to 850 റേഞ്ച് ഈ സ്റ്റോക്കിൻ്റെ ഡിമാൻഡ് ഏരിയ ആയിട്ട് നിൽക്കുകയാണ് ഇൻഡസ്ഇൻഡ് ബാങ്ക്. ആൻഡ് ഇപ്പോൾ നിൽക്കുന്നത് 960, 950 റേഞ്ചിലാണ്. അപ്പോൾ ഈ അടുത്ത് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യാനുള്ള അറ്റംപ്റ്റ് ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടില്ലേ, 950 റേഞ്ച് ബ്രേക്ക് ചെയ്ത് ഒരു 12% മൂവ്മെന്റിനുള്ള അറ്റംപ്റ്റ്, ഒരു അടുത്ത സപ്ലൈ സോണിലേക്കുള്ള ഒരു മൂവ്മെന്റ് നമുക്ക് പ്രതീക്ഷിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു നല്ല സപ്ലൈ സോണാണ് കേട്ടോ. മോസ്റ്റ്ലി ഒരു 1000 റേഞ്ച്, 1500, 1050 റേഞ്ച് ഇതിൻ്റെ ഒരു നല്ല സപ്ലൈ ആയിട്ട് ആക്ട് ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ മാർക്കറ്റ്, അപ്പോൾ നമുക്ക് അറിയത്തില്ല, വരുന്ന ദിവസങ്ങളിൽ മാർക്കറ്റ് ഇടിഞ്ഞാൽ ഇതും പോസിബിളി ഇടിയാൻ സാധ്യതയുണ്ട്. പക്ഷേ മാർക്കറ്റ് ഇടിഞ്ഞില്ലെങ്കിൽ ഇതിന്റെ ടെക്നിക്കലി ഈ സെറ്റപ്പ് എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു നല്ല ഡിമാൻഡ് ഏരിയ 880 to 900 റേഞ്ച് അത്യാവശ്യം നല്ല ഡിമാൻഡ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ട്. സോ നമുക്ക് എന്തായാലും വാച്ച് ലിസ്റ്റിൽ ഇട്ട് ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ ടെക്നിക്കൽസ് വരുന്ന ദിവസങ്ങളിൽ പഠിക്കാം. ഓക്കെ, അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് തേജസ് നെറ്റ്വർക്ക്സ്. നിങ്ങൾ തേജസ് നെറ്റ്വർക്ക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു കാലത്ത് ഒരുപാട് പേരുടെ ഡാർലിംഗ് സ്റ്റോക്കായിരുന്നു. ഒരുപാട് ആളുകൾ വാങ്ങിക്കൂട്ടിയ സ്റ്റോക്കാണ്, കണ്ടില്ലേ. ആൻഡ് അവിടെ നിന്നും ഈ സ്റ്റോക്ക് മോസ്റ്റ്ലി എത്ര % ഇടിഞ്ഞെന്ന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ മോസ്റ്റ്ലി നല്ല %, അതായത് 1600 റേഞ്ചിൽ 1500 റേഞ്ചിൽ ട്രേഡ് ചെയ്ത സ്റ്റോക്ക് 362 അല്ലെങ്കിൽ 278 റേഞ്ചിൽ വരെ എത്തി. അപ്പം തേജസ് നെറ്റ്വർക്ക്സ് ഉണ്ടായ ഒരു ക്രാഷ് നിങ്ങൾക്ക് ഊഹിപ്പിക്കുകയാണ്. വെൽത്ത് ഡിസ്ട്രോയർ ആയിരുന്നു, അല്ലേ. ആൻഡ് ഇവിടെ നിന്ന് എന്താ സംഭവിച്ചത്, ഈ സ്റ്റോക്ക് കണ്ടില്ലേ, കുറേ കാലത്തിന് ശേഷം ഒരു നല്ല സ്മോൾ ബൈയിങ് ക്യാൻഡിലും നല്ലൊരു സെല്ലിംഗ് പ്രഷർ ഞാനിവിടെ കാണുകയുണ്ടായി. ആൻഡ് ഈ ഒരു ബേസ് ഏരിയ കണ്ടില്ലേ, നല്ലൊരു റീറ്റസ്റ്റ് സോണിൽ നിന്നാണ് ഈ സ്റ്റോക്ക് മൂവ്മെന്റ് തന്നത്. അതാണ് ഞാൻ ഈ സ്റ്റോക്ക് പഠിക്കാൻ കാര്യം. നല്ലൊരു സോണിൽ നിന്നാണ് ഈ സ്റ്റോക്ക് തിരിച്ച് റീട്രേസ്മെന്റിന് ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സ്റ്റോക്ക് ഞാൻ സെലക്ട് ചെയ്തത്. അല്ലെങ്കിൽ ഞാൻ ഡൗൺ ട്രെൻഡ് ചെയ്യുന്നത് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യും എന്നുള്ള രീതിയിൽ നിന്ന് തന്നെ. പക്ഷേ നല്ലൊരു ഡിമാൻഡ് ഏരിയയിൽ നിന്ന് ഈ സ്റ്റോക്ക് റൈസ് ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റ് നടത്തുകയാണ്. ഇപ്പോൾ ക്യാൻഡിൽ 6 പാറ്റേൺസ് നോക്കിയാൽ അത്യാവശ്യം നല്ല റൈസിങ് അറ്റംപ്റ്റ് നടത്തുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം, ഒരു 350 റേറ്റസ് സോണിലേക്ക് ഇത് വരുമോ എന്ന് നോക്കാം. എങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു എൻട്രി നമുക്ക് കിട്ടും. ഞാൻ എന്തായാലും ഇപ്പോൾ എൻട്രി ഒന്നും എടുത്തിട്ടില്ല. ഞാൻ എൻട്രി നോക്കുന്നത് 350 റേഞ്ച് ഡിമാൻഡ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യാൻ പോസിബിലിറ്റി ഉള്ളതുകൊണ്ട് 350 റേഞ്ചിലേക്ക് വരുമോ എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. ഇപ്പം നിലവിൽ നോക്കുകയാണെങ്കിൽ 430 ഈ ഒരു ഹയർ ഏരിയ ആണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഞാൻ അത്ര കോൺഫിഡൻ്റ് അല്ല ഇവിടെ നിന്ന് എടുക്കാനായിട്ട്. ഇപ്പം ഒരു സപ്ലൈ സോൺ ഇവിടെ ഉള്ളത് 516 റേഞ്ചിൽ, 500 to 516 റേഞ്ചിൽ സപ്ലൈ സോൺ ഉണ്ട്. 17% മൂവ്മെന്റിനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ റീടെസ്റ്റ് കിട്ടുമോ എന്നുള്ള കാര്യം ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് 350 സോണിൽ. അപ്പം ആ ഒരു റേഞ്ച് കിട്ടുകയാണെങ്കിൽ ബെറ്റർ, ഞാൻ പഠിക്കാനായിട്ടും നമുക്ക് എൻട്രീസിനൊക്കെ ബെറ്റർ ആയിരിക്കും എന്ന് തോന്നുന്നത്. നിലവിലെ അവസ്ഥയിൽ കുറച്ച് എക്സ്റ്റെൻഡ് ആയിട്ട് കയറി നിലവിൽ റീടെസ്റ്റ് വരുമോ എന്നുള്ള കാര്യം നമുക്ക് നോക്കിയ ശേഷം വരുന്ന ദിവസങ്ങളിൽ നോക്കാം. ഓക്കെ, പിന്നെയുള്ള ഞാൻ സെലക്ട് ചെയ്ത കമ്പനി എന്ന് പറയുന്നത് സീമെൻസ് എന്ന് പറഞ്ഞ കമ്പനി. ഇപ്പം എല്ലാവർക്കും അറിയായിരിക്കും, ഞാൻ ഇന്നലെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ഈ കമ്പനിയെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു അന്ന് പഠിക്കാനായിട്ട്. ഇപ്പോൾ സീമെൻസ് നോക്കുകയാണെങ്കിൽ തന്നെ 3418 റേഞ്ചിൽ നിൽക്കുകയാണ്, അല്ലേ. ഇവിടെ ബേസ് ബ്രേക്കൗട്ടാണ് ഞാൻ ബേസിക്കലി നോക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കൺസോൾട്ടേഷനിൽ നിന്നും ഈ സ്റ്റോക്ക് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ് കാര്യം.
ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു ഏരിയയിൽ നിന്നും സ്റ്റോക്ക് നോക്കുന്നത് 3418 റേഞ്ചിൽ നിന്ന് ഈ സ്റ്റോക്ക് അപ്സൈഡ് മൊമെൻറ്റത്തിനുള്ള ഒരു പോസിബിലിറ്റി നോക്കുന്നുണ്ട്. അപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വാച്ച് ചെയ്ത് ഇരിക്കാം. സൈമൺസിൻ്റെ എന്തായാലും അപ്ഡേഷൻ ടെലിഗ്രാം ചാനലിൽ ഞാൻ തരുന്നതായിരിക്കും. കാര്യം ഇതിൽ കുറച്ചും കൂടെ എനിക്ക് മൂവ്മെൻറ്റ് കൺഫേം ചെയ്യാനുണ്ട്. കാര്യം ഒരിക്കൽ ബ്രേക്ക് ചെയ്യാൻ അറ്റംപ്റ്റ് നടത്തി ഡൗൺ സൈഡ് വന്നു, കണ്ടില്ലേ, ഈ ഡൗൺ സൈഡ് ഏരിയയിൽ നിന്ന് നല്ലൊരു സപ്പോർട്ട് എടുത്താണ് ഈ സ്റ്റോക്ക് അപ്പ് സൈഡ് പോയത്. സോ ഒന്നും കൂടെ ഡൗൺ സൈഡ് വരാനുള്ള പോസിബിലിറ്റി ഞാൻ കാണുന്നുണ്ട്. ഒന്നും കൂടെ മേ ബി ഒന്ന് ബ്രേക്ക് ചെയ്യും, ശേഷം ഒന്ന് ഡൗൺ സൈഡ് വന്നിട്ട് തിരിച്ച് കയറും. ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് മേ ബി ഈ ഒരു കമ്പനിയുടെ ഈ ചാർട്ട് ഇങ്ങനത്തെ ചാർട്ടുകൾ പൊതുവെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു അറ്റംപ്റ്റ് നടത്തി തിരിച്ചിറങ്ങി തിരിച്ച് കയറുക എന്നുള്ള ഒരു അറ്റംപ്റ്റ് ഞാൻ എപ്പോഴും കാണാറുണ്ട്. സോ എന്തായാലും നമുക്കൊന്ന് വാച്ച് ലിസ്റ്റിലിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റോക്ക് ഞാൻ പറയാൻ പോകുന്നത് സോളാറിൻറ്റ് എന്ന കമ്പനിയാണ്. സോളാർ ഇൻഡസ്ട്രീസ് നിലവിൽ 13,504 എത്ര ആ റേഞ്ചിലാണ് നിൽക്കുന്നത്. അപ്പം സോളാർ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് 13,504 റേഞ്ചിൽ ട്രേഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ നിലവിൽ 14,002. ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മേ ബി നല്ലൊരു മൂവ്മെൻറ്റിനുള്ള പോസിബിലിറ്റിയാണ് ഞാൻ കാണുന്നത്. എന്തായാലും ഞാൻ വാച്ച് ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പം ഈ ഒരു ഏരിയയിൽ കൺജസ്റ്റഡ് ആയിട്ടുള്ള പ്രൈസ് ആക്ഷൻ നമുക്കിവിടെ കാണാം. ടോട്ടലി ഈ ഒരു സപ്ലൈ സോണാണ് 14,000 എന്ന് പറയുന്നത്. മാർക്കറ്റിൻ്റെ വലിയൊരു സപ്ലൈ സോണായിട്ട് ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ അറിയാം, കണ്ടില്ലേ, ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് അത്യാവശ്യം നല്ല സപ്ലൈ അടിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള അറ്റംപ്റ്റ് നടത്തും. ആൻഡ് ഇതിലെ പ്രൈസ് ആക്ഷൻ സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഹയർ ഹൈ ഉണ്ടാക്കാനുള്ള ഇതാണ്. പക്ഷേ മാർക്കറ്റിൽ ബയേഴ്സിൻ്റെ സ്ട്രെങ്ത് വന്നിട്ടില്ല. അപ്പം 14,000 അല്ലെങ്കിൽ ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യും. എന്നിട്ട് നമുക്ക് നോക്കാം, ഒരു 5% 6% മൂവ്മെൻറ്റിനുള്ള പോസിബിലിറ്റി ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ സോളാർ ഇൻഡസ്ട്രീസ് എല്ലാവരും ഒന്ന് വാച്ച് ലിസ്റ്റിലിടുക. ഓക്കെ, അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് റുബിക്കോൺ ആണ്. റുബിക്കോൺ റിസർച്ച് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. അപ്പോൾ റുബിക്കോൺ റിസർച്ചിൻ്റെ കാര്യം നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ ഞാൻ ഞാനൊരു ചെറിയ എൻട്രി എടുത്ത് വെയിറ്റ് ചെയ്യുന്ന സ്റ്റോക്കാണ് കേട്ടോ റുബിക്കോൺ. അത് ഞാൻ പറയാം, കുറച്ച് ക്വാണ്ടിറ്റി എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ റുബിക്കോണിൻ്റെ കാര്യം ഞാൻ പറയുകയാണെങ്കിൽ ഒരു നല്ല IPO ബേസിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് ശേഷം IPO ബേസിൻ്റെ ഹൈയിൽ കൺസോൾട്ടേറ്റ് ചെയ്യുകയാണ്. അപ്പം 800 ബ്രേക്ക് ചെയ്ത് അല്ലെങ്കിൽ 826 വരെ ബ്രേക്ക് ചെയ്യുന്നവരെ കുറച്ച് സ്റ്റോപ്പ് ലോസ് ഫണ്ടിങ്ങും ചെറിയ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം 820 റേഞ്ച് ബ്രേക്ക് ചെയ്യുമോ ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കൺസെപ്റ്റിൽ ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. അപ്പം റുബിക്കോൺ എന്തായാലും നല്ലൊരു പ്രൈസ് ആക്ഷൻ നിലവിൽ വീണ്ടും കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് വാച്ച് ലിസ്റ്റിൽ ഇടുക. ഇപ്പോൾ റുബിക്കോൺ വരുന്ന ദിവസങ്ങളിൽ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുമോ എന്ന് നമുക്ക് നോക്കാം. മറിച്ച് ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഞാൻ വച്ചിരിക്കാൻ പോകുന്നത് എന്തായാലും ഈ ഒരു സോണായിരിക്കും. ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്താൽ 755 ബ്രേക്ക് ചെയ്ത് താഴെ വന്നാൽ ഞാൻ എന്തായാലും ഇത് മേ ബി ഒന്ന് സെല്ലിംഗ് പ്രഷർ അത് നല്ല രീതിയിലാണെങ്കിൽ ഞാൻ വിൽക്കും, അല്ലെങ്കിൽ ഞാൻ ഹോൾഡ് ചെയ്യും. കാര്യം എന്ന് പറയുന്നത് ഇങ്ങനത്തെ അവസ്ഥകളിൽ മേ ബി ഒരു സ്റ്റോപ്പ് ലോസ് ഉണ്ടെങ്കിലുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്നുള്ള കാര്യം. റുബിക്കോൺ എന്തായാലും ഹോൾഡ് ചെയ്യണം. അപ്പം വളരെ മൈനർ ക്വാണ്ടിറ്റി ഹോൾഡ് ചെയ്യുന്നുള്ളൂ. നല്ല മൂവ്മെൻറ്റ് വന്നാലേ കൂടുതൽ ക്വാണ്ടിറ്റി ഞാനിതിൽ ആഡ് ചെയ്യത്തുള്ളൂ. റുബിക്കോൺ റിസർച്ച്. ഓക്കെ, അപ്പോൾ ഇത്രയും ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ നിങ്ങളെല്ലാം ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്കിതിൽ ലൈവായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തിടാം. നല്ല ന്യൂസസും ഡിവിഡൻറ്റ് സംബന്ധിച്ച കാര്യങ്ങളെല്ലാം ഞാനിതിൽ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട് ടൈം കിട്ടുമ്പോൾ എല്ലാം. അപ്പം എല്ലാവരും ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കയറിയ ശേഷം എനിക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ എല്ലാവരും കഴിവതും ഇത്രയും പെട്ടെന്ന് റിപ്ലൈ ചെയ്യാനായിട്ടും ശ്രമിക്കാറുണ്ട്. ഓക്കെ, സോ താങ്ക് യു.